I am Vijay Nair, former officer for Corporation of India Current Affairs. In a new video, Swagatham. Aditya News Ladakh gets new policies on quota domicile status എന്ന് പറയുന്ന ന്യൂസാണ്. അത് നമുക്കറിയാം, നമ്മളുടെ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം ആക്ച്വലി ജമ്മു ആൻഡ് കാശ്മീരിന്റെ പാർട്ടായിരുന്നു. വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ് ലഡാക്ക് തൊട്ടപ്പുറത്ത് പാകിസ്ഥാനുണ്ട്. പിന്നെ ചൈന ഈ ലഡാക്കിന്റെ കുറച്ച് മേഖലകളിൽ അവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ലഡാക്കിന് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന മൊത്തം സ്റ്റേറ്റിന് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് 2019 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ലഡാക്കിനെ സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആക്കിയാണ്. JNK is a യൂണിയൻ ടെറിട്ടറി നൗ ആൻഡ് ലഡാക്ക് is another യൂണിയൻ ടെറിട്ടറി നൗ. അപ്പൊ ഈ ലഡാക്കിലെ ആൾക്കാർ അവിടെ കുറെ ഡിമാൻഡ്സ്, അവരുടെ കൾച്ചർ, അവരുടെ പിന്നെ ഡൊമിസൈൽ സ്റ്റാറ്റസ്, ഇതൊക്കെ അവര് ഉന്നയിച്ചുകൊണ്ട് കുറെ പ്രക്ഷോഭം നടത്തിയിരുന്നു. അവർക്ക് കുറെ സ്പെഷ്യൽ റൈറ്റ്സ് വേണം എന്ന് പറഞ്ഞു. അതുപോലെ ലഡാക്കിലെ ആൾക്കാർ അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞുണ്ട്, സ്വന്തമായിട്ട് സംസ്ഥാനം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ലഡാക്കുകളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട്, എല്ലാ ആവശ്യങ്ങളും അല്ല, കുറെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇങ്ങനെ ഒരു സംഭവം നോട്ടിഫൈ ചെയ്തു. യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് റിസർവേഷൻ അമെന്റ്മെന്റ് റെഗുലേഷൻ 2025. അപ്പൊ ഇന്നലെ പ്രസിഡന്റ് ഇഷ്യൂ ചെയ്ത ഈ ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമെന്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ്. യൂണിയൻ മുമ്പ് ഒരു നിയമം ഉണ്ടായിരുന്നു, അതിനെ അമെന്റ് ചെയ്തു. യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് റിസർവേഷൻ അമെന്റ്മെന്റ് റെഗുലേഷൻ 2025. മുമ്പ് കാശ്മീർ റിസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞ 2004 ഉണ്ടായിരുന്ന ഒരു ആക്ടിനെ അമെന്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രസിഡന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചേക്കുന്നത്. അതനുസരിച്ച് അവിടുത്തെ മൊത്തം ജോബിൽ 85% ലഡാക്കികൾക്കേ കിട്ടുള്ളൂ. 85%. ബാക്കി 15% വെളിയിൽ നിന്നുള്ളവരെ കൊടുക്കുക. അവര് അവിടെ വന്ന് താമസിച്ച് 15 വർഷം താമസിക്കണം, 2019 തൊട്ട്. അപ്പൊ 2034 ആകുമ്പോഴേ അവിടെ ചെന്ന് താമസിക്കുന്ന ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ പോലുള്ള ആൾക്കാരുടെ മക്കൾക്കൊക്കെ ഡൊമിസൈൽ സ്റ്റാറ്റസ് കിട്ടി അവിടെ ജോലി കിട്ടുള്ളൂ. ബാക്കി അതും 15%. അപ്പൊ 85% അവിടുത്തെ പിന്നെ ഇപ്പൊ നിലവിലുള്ള ഡൊമിസൈൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവിടുത്തെ ഹിൽ കൗൺസിൽസ് എന്ന് പറയുന്ന സംഭവം, അത് പൊതുവെ ഈ ഹില്ലി ഏരിയാസിൽ, ലഡാക്ക് ഈസ് എ ഹില്ലി ഏരിയ. അപ്പം ഹില്ലി ഏരിയാസിൽ ഹിൽ കൗൺസിൽസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വേണ്ടിയിട്ടുണ്ട്. അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ ഹിൽ കൗൺസിൽസ് രൂപീകരിക്കുമ്പോൾ അതിൽ 1/3 സ്ത്രീകൾക്ക് സീറ്റ്സ് കൊടുക്കാൻ തീരുമാനിച്ചു. റൊട്ടേഷണൽ ബേസിസിൽ 1/3 സീറ്റ്സ് ഹിൽ കൗൺസിലിൽ സ്ത്രീകൾക്ക്. അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ആയിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ബോട്ടി, BHOTI എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട്, ലോക്കൽ ലാംഗ്വേജ് ആണ് ബോട്ടി. പർഗി എന്ന് പറയുന്ന വേറൊരു ലാംഗ്വേജ് ഉണ്ട്, PURGI. അതൊക്കെ തീരുമാനിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ബോട്ടി ആൻഡ് പർഗി. അപ്പൊ ഇതൊക്കെയാണ് പിന്നീട് അതിൽ മെയിൻ ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആണ് പ്രധാനപ്പെട്ട ഒരു ന്യൂസ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് വെച്ചാല് വിരാട് കോഹ്ലി ആഘോഷിക്കുന്നതാണ്. എന്തായിരിക്കും ആഘോഷം നമുക്ക് അറിയാമല്ലോ. ഇന്നലെ IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വിൻ ചെയ്ത്, എനിക്ക് ആഗ്രഹം പഞ്ചാബ് കിങ്സ് വിൻ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വിൻ ചെയ്യുക വഴി വിരാട് കോഹ്ലിക്ക് അദ്ദേഹത്തിന് ഇത്രയും നാൾ കിട്ടാൻ ഒരു കപ്പും കൂടെ കിട്ടി, IPL എന്ന് പറയുന്ന സംഭവം. അപ്പം അത് ആണ് വലിയൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്തയുടെ ഒരു ഫോട്ടോയും ഇവിടെ കാണാം. താഴോട്ട് വരുമ്പോ 20% വേക്കൻസീസ് ഇൻ UP പോലീസ് ടു ബി റിസർവ്ഡ് ഫോർ അഗ്നിവീർ എന്ന ഒരു ന്യൂസ് കാണാം. അത് അഗ്നിവീർ എന്താണെന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയില്ല. അഗ്നിവീർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അഗ്നിവീർ സ്കീമൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ച് അഗ്നിപത് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അഗ്നിപത് സ്കീമിന്റെ അണ്ടറിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അഗ്നിവീഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അഗ്നിപത് എന്ന് പറയുന്ന സ്കീമിന്റെ അത് ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും റിക്രൂട്ട്മെന്റ് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു റിക്രൂട്ട്മെന്റ് സ്കീമാണ് അഗ്നിപത് സ്കീം. അഗ്നിപത് സ്കീമിന്റെ അകത്ത് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അഗ്നിവീഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ അഗ്നിവീഴ്സ് എന്ന് പറഞ്ഞാല് 4 വർഷത്തേക്കുള്ള ഷോർട്ട് ടൈം റിക്രൂട്ട്മെന്റ് ആണ്. 4 വർഷത്തേക്ക് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 25% ആൾക്കാർ, അതായത് 1/4 ആൾക്കാരെ മാത്രം പിന്നെ പെർമനന്റ് ആയിട്ട് അതിൽ തുടരാൻ അനുവദിക്കും. ബാക്കി 75%ഉം 4 years സർവീസ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. 17 വയസ്സിലങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസ്, 21 ആ ഒരു ഏജ് വരെ. അപ്പൊ അത് കഴിയുമ്പോൾ അവർ നല്ലൊരു ഏജ് ആണ്. അപ്പൊ അവര് ഇങ്ങനെ ഈ അഗ്നിവീർ ആയിട്ട് അവര് സെർവ് ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങുമ്പം അവർക്ക് നല്ലൊരു ഡിസിപ്ലിൻ കിട്ടും, നല്ലൊരു എക്സ്പോഷർ കിട്ടും. പിന്നീട് 10-11 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് വേറെ ജോലിയിൽ റിസർവേഷൻ ഉണ്ട്. 21 വയസ്സിൽ അവർ ഇറങ്ങിയല്ലേ, റിസർവേഷൻ ഉണ്ട് വേറെ പല ജോലികളിലും. അപ്പൊ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ എന്തായാലും അഗ്നിവീർ ആയിട്ട് ഈ 4 വർഷത്തെ പൂർത്തിയാക്കി ഇറങ്ങുന്നവർക്ക് UP ഗവൺമെന്റ് 20% വേക്കൻസി പോലീസിലൊക്കെ മാറ്റി വയ്ക്കാൻ പോയാണ്. അത് ഹരിയാനക്കാരൊക്കെ ഇപ്പൊ ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. പോലീസിലാണ്. ഓക്കെ, അത് പോലീസിന് എന്തായാലും ഒരു മുതൽക്കൂട്ടായിരിക്കും. കാര്യം അത്രയും നല്ല ട്രെയിനിങ് കിട്ടിയവരാണ്. ഇന്ത്യൻ
ആർമ്ഡ് ഫോഴ്സസിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇന്ത്യയുടെ മിലിറ്ററിയും നേവിയും എയർഫോഴ്സും ഒക്കെ. അപ്പൊ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരു പോലീസിലൊക്കെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബീഹാർ ഈസ് ദ ഓൺലി വൺ ബിഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഈസ് ഗോയിങ് ഫോർ ഇലക്ഷൻ ദിസ് ഇയർ. Nitish Kumar is the chief minister of Bihar. Nitish Kumar is the chief minister of Bihar and capital of Bihar is Patna. Okay, next page പോകുമ്പോൾ അൽമാട്ടി ഡാമുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. അൽമാട്ടി ഡാം എന്ന് പറയുന്നത് കർണാടകത്തിലാണ്. അൽമാട്ടി ഡാമിന്റെ ഹൈറ്റ് കൂട്ടാൻ കർണാടകം തീരുമാനിച്ചിരുന്നു. പക്ഷെ അതിന് വളരെ വെഹിമെന്റലി ഒപ്പോസ് ചെയ്യുന്നു മഹാരാഷ്ട്രയിലെ ചില ഡിസ്ട്രിക്റ്റുകൾ ഇങ്ങനെ ഇത് ഹൈറ്റ് കൂട്ടിയാൽ വെള്ളത്തിലായി പോകുന്നതാണ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററാണ് ദേവേന്ദ്ര ഫട്നാവിസ്. അൽമാട്ടി ഡാം കർണാടകത്തിൻ്റെതാണ്. കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഡി കെ ശിവകുമാർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക സിദ്ധരാമയ്യ. പിന്നെ PM to launch project to restore degraded land in Aravalli range. Aravalli range നമ്മൾ ഇവിടുത്തെ വെസ്റ്റേൺ ഗട്ട്സ് എന്നൊക്കെ പറയുന്നത് പോലെ രാജസ്ഥാനെയും ഡൽഹിയും ഹരിയാനയും ഗുജറാത്തിനെയൊക്കെ കവർ ചെയ്യുന്ന ഏതാണ്ട് 700 കിലോമീറ്റർ സ്ട്രെച്ച് ഉള്ള ഒരു മൗണ്ടൻ റേഞ്ച് ആണ് ആരവല്ലി റേഞ്ച്. അവിടുത്തെ ഡീഗ്രേഡഡ് ലാൻഡിനെ റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അടുത്ത ദിവസങ്ങളിൽ വരുമായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. June 5 അത് സ്റ്റാർട്ട് ചെയ്തത്. June 5 എന്താണ്? എൻവയോൺമെന്റ് ഡേ അല്ലേ? June 5 എൻവയോൺമെന്റ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ NDRF എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഇപ്പൊ അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ്, ദേശീയ ദുരിത നിവാരണ സേന ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് എവിടെയായിരിക്കും? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ. ബിക്കോസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് വെയർ ഡിവാസ്റ്റേറ്റഡ് ബൈ ദ heavy flooding, landslides, etc. because of the heavy rain lashed out in all those states. അപ്പോൾ NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. പിന്നീട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. ജമ്മു ആൻഡ് കാശ്മീർ ഭരിക്കുന്ന ആരാണ്? ലഫ്റ്റനന്റ് ഗവർണറാണ് മെയിൻ ആയിട്ട്. പിന്നെ അവിടെ ഇലക്ടഡ് ഗവൺമെന്റ് ഉണ്ട്. ഇലക്ടഡ് ഗവൺമെന്റ് ഈസ് ബീങ് ലെഡ് ബൈ ചീഫ് മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഒമർ അബ്ദുള്ള. സിൻസ് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് എ യൂണിയൻ ടെറിട്ടറി, ദ ലഫ്റ്റനന്റ് ഗവർണർ ഹാസ് സം more powers as compared to other states. Union territories lieutenant governors powers കൂടുതലാണ്. അപ്പം ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആരാണ്? മനോജ് സിൻഹയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ, മനോജ് സിൻഹ. പിന്നെ കേരളത്തിലെ ശബരി റെയിൽവേ പ്രോജക്ട് വരാൻ പോകുന്നു. അതിന് കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എഗ്രിമെന്റിൽ എത്തിയെന്നൊക്കെ. ശബരി റെയിൽവേ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമലയിലേക്ക് ഇപ്പൊ ട്രെയിൻ ഇല്ലല്ലോ. ശബരിമലയിലേക്ക് ട്രെയിൻ വരും ഉടനെ എന്ന് അറിഞ്ഞൂടെ, വർഷങ്ങളുടെ ഒരിക്കൽ അത് കംപ്ലീറ്റ് ആവാൻ. അപ്പൊ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് എന്നറിയപ്പെടുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എന്നറിയപ്പെടുന്ന MSC ഐറീനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ്. MSC എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയും. അവര് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ അവരുടെ MSC ഐറീന എന്ന് പറയുന്ന ഷിപ്പാണ് വേൾഡിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വെസൽ. അത് ഇന്നലെ വിഴിഞ്ഞത്ത് വന്നു തോന്നുന്നു. വേൾഡ്സ് ലാർജസ്റ്റ് ഷിപ്പ് MSC ഐറീന, known as the biggest container vessel in the world, operated by Swiss based container shipping giant Mediterranean shipping company, that is MSC. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി. അപ്പം അവര് ഇപ്പോ ഇന്നലെ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് അതല്ല നമ്മൾ അറിയേണ്ടത്, വിഴിഞ്ഞത്ത് വന്നെന്നുള്ളതല്ല അറിയേണ്ടത്. ഞാൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആ ഷിപ്പിന്റെ ഒരു പ്രത്യേകത പറഞ്ഞതാണ്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരു നാനോസൈം ഡെവലപ്പ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. എക്സസ് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവാതിരിക്കാൻ, എക്സസ് ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവാതിരിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ റിസർച്ചേഴ്സ് ഒരു നാനോസൈം ഡെവലപ്പ് ചെയ്തു എന്നൊരു ന്യൂസും കാണാം. നാനോസൈം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ പേജിലെ ന്യൂസ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ന് ഉള്ള ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽസ് നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യും. ആർട്ടിക്കിൾസ് ഒരു രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യും. അപ്പൊ എഡിറ്റോറിയൽസിലെ ആക്ട് നോർത്ത് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ പാർട്ടായിരുന്ന ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ പവേഴ്സ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നു 2019. അപ്പോ JNK പോലെ ഒരു സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നു.
അപ്പോ ആ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയപ്പോ അവിടുത്തെ ആൾക്കാര് അവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, അവരുടെ ലാൻഡ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടി. ആ മുറവിളിയുടെ ഭാഗമായിരുന്നു അവർക്ക് റിസർവേഷൻ കൊടുക്കണം, അവരുടെ ലാംഗ്വേജസ് പ്രൊട്ടക്ട് ചെയ്യണം, അവരുടെ ഡൊമിസൈൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇന്നലെ ജൂൺ 3-ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവിടുത്തെ ഇൻഡിജിനസ് ആൾക്കാർക്ക് 85% റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു ജോലിയിൽ. എന്നിട്ട് പക്ഷെ ഇതൊരു പുതിയ പ്രൊവിഷൻ ഒന്നും അല്ല. നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകൾക്കും, നോർത്ത് ഈസ്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകൾക്കും 80% വരെ പിന്നീട് റിസർവേഷൻ ഉണ്ട് ഗവൺമെന്റ് ജോബുകളിലും എല്ലാം. ഇപ്പോ മിസോറാമിൽ 92%, അരുണാചൽ പ്രദേശിൽ 80%. അപ്പം അങ്ങനെയുള്ള പ്രൊവിഷൻ ഇന്ത്യയിലുണ്ട്. ഇങ്ങനെയുള്ള ഇൻഡിജിനസ് പോപ്പുലേഷന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള റിസർവേഷൻ കൊടുക്കുന്നത്. ഇനി വെളിയിൽ നിന്നുള്ള ആൾക്കാർക്കും അവിടെ ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടും. പക്ഷെ അവിടെ ഡൊമിസൈൽ സ്റ്റാറ്റസ് കിട്ടിയാൽ മാത്രമേ ഗവൺമെന്റ് ജോലിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഡൊമിസൈൽ സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ 15 വർഷം തുടർച്ചയായിട്ട് അവിടെ താമസിക്കണം 2019 തൊട്ട്. അതായത് ഇഫക്റ്റീവ്ലി ആഫ്റ്റർ 2034 ഈ ഡൊമിസൈൽ സ്റ്റാറ്റസ് നമ്മൾ അവിടെ പോയി താമസിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഹിൽ കൗൺസിൽസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇതുപോലുള്ള ഹില്ലി ഏരിയാസിൽ ഈ ഹിൽ കൗൺസിലിന്റെ 1/3 സീറ്റ്സ് വിമനിന് റിസർവ് ചെയ്തു. അത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷും ഹിന്ദിയും ഉറുദുവും ബോട്ടിയും പുർഗിയും ലാംഗ്വേജസ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഈ മെഷേഴ്സ് എല്ലാം നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞു ലഡാക്ക് ഈസ് എ വെരി സ്ട്രാറ്റജിക് പ്ലേസ് ബിക്കോസ് ലഡാക്കിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ചൈന ആൻഡ് ഇറ്റ് ഹാസ് ബോർഡർ വിത്ത് പാകിസ്ഥാൻ ഓൾസോ. ബോത്ത് ദീസ് നേഷൻസ് ആർ എനിമീസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. സോ ലഡാക്ക് ഈസ് എ വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസ് ഫോർ ഇന്ത്യ. സോ വി കനോട്ട് അന്റാഗണൈസ് ദ പീപ്പിൾ ഓഫ് ലഡാക്ക്. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കൊടുത്തതെല്ലാം എന്നും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവർ സ്റ്റേറ്റ്ഹുഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സംസ്ഥാന പദവി, അത് നമ്മൾ കൊടുത്തില്ല. അത് മാത്രമല്ല 6th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് അവരെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്താണ് ട്രൈബൽ പീപ്പിളിന്റെ ട്രൈബൽ ഡോമിനേറ്റഡ് ഏരിയാസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകളെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രൈബൽ പോപ്പുലേഷന് ഒരുപാട് സ്പെഷ്യൽ പവേഴ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള റൈറ്റ്സ് കിട്ടാൻ വേണ്ടി 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞ ലഡാക്കുകാരെ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ അവർക്ക് ഒരു ലോക്സഭാ സീറ്റും കൂടി അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലഡാക്കീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർണ്ണം പരിഗണിച്ചുകൊണ്ട് അവരുടെ ഗ്രീവൻസസ് ഒക്കെ കംപ്ലീറ്റ്ലി അഡ്രസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവരെ ആവശ്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഹോം മിനിസ്റ്ററുടെ അണ്ടറിൽ ഒരു പാർലമെന്ററി പാനൽ അപ്പോയിന്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. അതിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നീട് 2023 ഒരു ഹൈപ്പവേഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ. അതിന്റെയൊക്കെ കാര്യങ്ങളോട് ഇത് കൊടുക്കുന്നുണ്ട്. അത്രയാണ് ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈസിയാണ് എഡിറ്റോറിയൽ, ഒന്നും വലിയ പാടുള്ളതെന്നല്ല. ഇനി വാർ ആൻഡ് ടോക്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. നമുക്കറിയാം യുക്രൈൻ റഷ്യ വാർ started 3 years back and still it is going on and there is no clear winner. But one thing is clear, Russia is making big advancements in the battlefield. 1/5 of Ukraine is under Russia's custody. I think around 6 months back, Ukraine captured some parts of Russia, but that was also recaptured by Russian forces during the last days. Okay, but Russia also suffered some setbacks. We recently read a news report, I think just 2 days back, that Ukraine conducted a big drone attack in various Russian airfields and Russia suffered some losses of their fighter planes, bombers, etc. അത് റഷ്യയും കൺഫേം ചെയ്യുന്നുണ്ട്. യുക്രൈൻ പറഞ്ഞ 41 പ്ലെയിനുകൾ അങ്ങനെ അവർ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചതാണ്. പക്ഷേ റഷ്യ നമ്പർ ഓഫ് പ്ലെയിൻസ് എത്ര എന്ന് പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ റഷ്യ കിട്ടിയ ഒരു തിരിച്ചടിയാണ്. അപ്പൊ പക്ഷേ എന്തായാലും യുക്രൈൻ ആണ് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഡ്രോൺ അറ്റാക്ക് ഒക്കെ സംഘടിപ്പിച്ച റഷ്യക്ക് ഇങ്ങനെ ഒരു അടിയെ കൊടുത്തെങ്കിൽ അവരുടെ പ്രദേശങ്ങളിൽ 1/5 അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. സ്റ്റിൽ അവർക്ക് കൂടുതൽ പ്രദേശങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫിനാൻഷ്യലി അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് യുക്രൈൻ. അവർക്ക് വേണ്ട പിന്നീട് ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ഇനി യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി യൂറോപ്പ് കൊടുക്കാന്ന് പറയുന്നെങ്കിലും US കൊടുക്കാന്ന് പറയുന്നില്ല യുക്രൈന്.
അപ്പൊ വ്ളാഡിമിർ പുടിനും ഭയങ്കര സ്ട്രോങ് പൊസിഷനിലൊന്നും അല്ല. കാര്യം അവർക്ക് യുദ്ധം പ്രൊലോങ് ചെയ്ത് പോകുന്നതോറും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് സാങ്ഷൻസ്, ഉപരോധങ്ങൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ റഷ്യ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും എല്ലാ രാജ്യങ്ങൾക്കും, ഈ രണ്ട് രാജ്യങ്ങൾക്കും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇപ്പൊ റഷ്യ ഇപ്പം ഈ പ്രത്യേകിച്ച് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ആക്രമണമൊക്കെ ഉണ്ടായതിനു ശേഷം വലിയ രീതിയിൽ ഇപ്പം യുക്രൈനെ റഷ്യ വീണ്ടും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 12ഓളം പട്ടാളക്കാരെയൊക്കെ അവര് അറ്റാക്ക് ചെയ്ത് കില്ല് ചെയ്തു. യുക്രൈന്റെ എയർ ഡിഫൻസ് ഒക്കെ തീരെ ദുർബലമാണ്. അതുകൊണ്ട് റഷ്യക്ക് ഏത് ടെറിട്ടറിയും യുക്രൈന്റെ അകത്ത് ടാർഗറ്റ് ചെയ്യാമെന്ന് ഒരു നില വന്നിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ ടർക്കിയയിൽ വെച്ച്, ടർക്കിയുടെ മെയിൻ സിറ്റിയായ ഇസ്താംബൂളിൽ വെച്ച് ഇപ്പൊ ഒരു ടോക്ക് നടക്കുകയും ആ ടോക്കില് അത്യാവശ്യം വലിയ പോസിറ്റീവ് ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും വാർ പ്രിസണേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ മാസം തന്നെ വീണ്ടും തുടർ ചർച്ചകൾ നടത്താനും തീരുമാനിച്ചു. അപ്പൊ എന്തായാലും ഇതിന്റെ അകത്ത് യുഎസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. യുഎസിന്റെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെയും യുക്രൈന്റെയും ഇടയിലുള്ള ഈ വാർ അവസാനിപ്പിക്കാൻ കഠിന ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷെ അതൊന്നും ഒരു പോസിറ്റീവ് റിസൾട്ട് കാണുന്നില്ല. പക്ഷെ സ്റ്റിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ഈ പറഞ്ഞ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. കാര്യം യുഎസിന് മാത്രമേ റഷ്യയുടെയും യുക്രൈന്റെയും ഇടയിലുള്ള ഈ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ലഘൂകരിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. എന്നിട്ടൊരു സീസ് ഫയർ അഗ്രിമെന്റിലോ അല്ലെങ്കിൽ ഒരു എൻഡ് ഓഫ് വാർ അഗ്രിമെന്റിലോ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റഷ്യ ഒരിക്കലും യുക്രൈന്റെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള അവകാശവാദങ്ങൾ വിടാനും തയ്യാറല്ല. അത് മാത്രമല്ല, യുദ്ധത്തിൽ അവർ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പോലും പരാജയം അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അവർ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതാണ് ഈ ഒരു രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മളുടെ ഹർദീപ് പുരി എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. ഹർദീപ് പുരി എഴുതിയ ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിൽ ഫാക്ച്വലി കുറെ കറക്റ്റ് കാര്യങ്ങളാണ്. ഒരു മന്ത്രിക്ക് വന്നിരുന്നോണ്ട് കള്ളം പറയാൻ പറ്റൂലല്ലോ. ഇതൊരു പൊളിറ്റീഷ്യൻ ആയിട്ട് മാത്രം ആക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നും വിളിച്ചു പറയാം. പക്ഷെ ഹീസ് എ മിനിസ്റ്റർ, ഹീസ് ദ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ഹീസ് ദ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ. സോ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡില്, എനർജി സെക്ടറിൽ ഇന്ത്യ നേടിയ അഡ്വാൻസ്മെന്റ്സ്, നേട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ഫാക്ച്വലി കറക്റ്റ് ആയിരിക്കും. ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇരിക്കുന്ന ആൾ വന്നിരുന്ന് പറയാൻ പറ്റൂല. അപ്പൊ അത് വായിച്ചു നോക്കുക. ഇത് വലിയ പാടൊന്നുമില്ല. നിങ്ങളത് വായിച്ചു നോക്കുക. നിങ്ങളിതിൽ ഒന്ന് ഇൻഫർമേഷൻ പോയിന്റ് ഓഫ് വ്യൂല്, പിന്നെ ഈ കോംപ്രിഹെൻഷൻ പോയിന്റ് ഓഫ് വ്യൂല്, വൊക്കാബുലറി പോയിന്റ് ഓഫ് വ്യൂല് ഒക്കെ വായിക്കുക. പുള്ളി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മിനിസ്ട്രി, അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനൊക്കെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയും. അപ്പം ഇന്ത്യ $4.3 ട്രില്യൺ GDP ആയിട്ട് മാറി, ലോകത്തിലെ 4th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറി. അതൊക്കെ സത്യമാണ്, ജപ്പാൻ ഓവർടേക്ക് ചെയ്തിട്ട്. അപ്പൊ അത് നമ്മളുടെ റിഫോംസ്, റെസിലിയൻസ് ഒക്കെ കൊണ്ടാണത് നടന്നത്. അപ്പൊ ഇന്ത്യ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് മാറുന്നത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയിൽ എനർജി സെക്ടർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യവും ഇന്ത്യ ആണെന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നു. അപ്പോ ഇന്ത്യ ഇപ്പോ 4th ലാർജസ്റ്റ് ഓയിൽ റിഫൈനറി ഇന്ത്യയാണ്. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ റിഫൈൻ ചെയ്ത രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ലോകത്തിലെ 3ാമത്തെ ലാർജസ്റ്റ് എനർജി ആൻഡ് ഓയിൽ കൺസ്യൂമർ ഇന്ത്യയാണ്. അത് എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ചൈനയ്ക്കും യുഎസിന് ശേഷം ഇന്ത്യയാണ് വേൾഡിലെ 3rd ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ. അപ്പൊ റിഫൈൻ ചെയ്യുന്നത്, റിഫൈനറികളുണ്ടല്ലോ ഇന്ത്യയിൽ, റിഫൈനറികളിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിഫൈൻ ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിലും 4ാം സ്ഥാനത്താണ് ഇന്ത്യ. അതുപോലെ 2047 കൂടി ലോകത്തിലെ മൊത്തം ഓയിൽ ഡിമാൻഡിന്റെ 25% ഇൻക്രിമെന്റൽ ഡിമാൻഡ് വരാൻ പോകുന്നത് ഇന്ത്യ എന്നായിരിക്കും എന്നാ പറയുന്നത്. അപ്പോ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. കാര്യം ഇന്ത്യയുടെ ഡെവലപ്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എനർജി സെക്യൂരിറ്റി വേണം. ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് ഇന്ത്യ അതിന് ഈ എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചാണ് അടുത്തായിട്ട് ഇത് പറഞ്ഞേക്കുന്നത്. അത് മെയിൻ ആയിട്ട് OALP എന്ന് പറഞ്ഞ ഒരു ഇന്ത്യക്കകത്ത് ഡൊമസ്റ്റിക്കലി ഓയിൽ പ്രൊഡക്ഷനും ഗ്യാസ് പ്രൊഡക്ഷനും ഒക്കെ കൂട്ടാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അപ്പം OALP എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, ഓപ്പൺ ഏക്കറേജ് ലൈസൻസിങ് പോളിസി. OALP, ഓപ്പൺ ഏക്കറേജ് ലൈസൻസിങ് പോളിസി. ഈ ഒരു പോളിസി ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിലും ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടി ഇന്ത്യയിലെ കമ്പനികൾക്ക് പ്രദേശങ്ങൾ ഗവൺമെന്റ് കൈമാറുന്നത്. കമ്പനികളല്ലേ ഈ ഓയിലും ഗ്യാസും ഒക്കെ ഉണ്ടാന്ന് കുഴിച്ചൊക്കെ നോക്കേണ്ടത്. അതിന് ഓരോ കമ്പനി, ഇപ്പോൾ റിലയൻസ്, ONGC പോലുള്ള കമ്പനികൾ, അപ്പൊ അവർക്ക് അതിന് ലൈസൻസ് വേണം. ആ ലൈസൻസ് കൊടുക്കുന്ന പ്രോസസ്സിനാണ് OALP എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ പറഞ്ഞ ഓയിൽ എക്സ്പ്ലോറേഷൻ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയെന്നും ഒക്കെയാണ് അത് പറഞ്ഞേക്കുന്നത് അദ്ദേഹം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിന് പുറമെ ഇന്ത്യയുടെ
ONGC പോലുള്ള ഗവൺമെന്റ് കമ്പനികൾ ഒരുപാട് ഓയിൽ ഡിസ്കവറീസ് പുതുതായിട്ട് നടത്തിയിട്ടുണ്ട്. അത് മുംബൈ ഓഫ് ഷോറില്, മഹാനദി, ആസാം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇവിടേക്കാണ് കൂടുതൽ. മഹാനദിയില്, ആസാമില്, കൃഷ്ണ ഗോദാവരി, ആന്ധ്രാപ്രദേശിലാണ് കൃഷ്ണ ഗോദാവരി, അവിടേക്കാണ് കൂടുതൽ ഈ ഓയിൽ ഗ്യാസ് നിക്ഷേപങ്ങൾ ഉള്ളത്. അപ്പൊ അത് അതിലൊക്കെ ഓരോ സ്ഥലങ്ങളെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഓരോന്നിനും പേര് കൊടുത്തേക്കുന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിന് പുറമെ നമ്മൾ ONGC പോലുള്ള കമ്പനികൾ ഗ്ലോബൽ കൊളാബറേഷൻസ് നടത്തുന്നുണ്ട്. അതായത് BP, ബ്രിട്ടീഷ് പെട്രോളിയം ആയിട്ടുള്ള കൊളാബറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അമേരിക്കയിലെ ഒരു സ്ഥാപനമായിട്ടുള്ള കൊളാബറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുവഴി നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഗ്യാസ്, പിന്നെ എത്രത്തോളം പെട്രോൾ ഔട്ട്ലെറ്റുകളുണ്ട്. ഇപ്പൊ പെട്രോളിയം വിൽക്കാൻ തന്നെ 96,000 പെട്രോൾ പമ്പുകൾ ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഓരോ ദിവസവും 67 മില്യൺ, അതായത് 6.7 കോടി ആൾക്കാർ പെട്രോൾ പമ്പുകൾ ഡെയിലി വിസിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പിന്നെ പറയുന്ന ഗ്യാസിനെ കുറിച്ച്, ഗ്യാസ് നെറ്റ്വർക്ക് ഏതാണ്ട് 55 ജിയോഗ്രാഫിക് ഏരിയാസിൽ ഇന്ത്യയുടെ സിറ്റി ഗ്യാസ് കണക്ഷൻ ഉണ്ട്. ആ സിറ്റി ഗ്യാസ് കണക്ഷൻ ഉണ്ടല്ലോ, അതായത് പൈപ്പ്ഡ് ഗ്യാസ് കണക്ഷൻ, അല്ലാതെ സിലിണ്ടറിൽ വരുന്നതല്ല. അപ്പൊ അത് ഇന്ത്യയിലെ 307ഓളം സിറ്റികളിൽ ഇപ്പൊ അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട്. അതിന്റെ കണക്ഷൻ 1.5 crore കണക്ഷൻസ് ആയിട്ടുണ്ട് പറയുന്നത്. അങ്ങനെ കുറെ ഗവൺമെന്റിന്റെ അഡ്വാൻസ്മെന്റുകളാണ് ഈ ഫീൽഡിൽ ഉണ്ടാക്കിയ ഡെവലപ്മെന്റുകളാണ്. പിന്നെ എത്തനോൾ ബ്ലെൻഡിങ്, നമ്മളെ പെട്രോളിയത്തിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് എത്തനോൾ ബ്ലെൻഡിങ്. നമ്മളെ പെട്രോളിന്റെ അകത്ത് 20% എത്തനോൾ ബ്ലെൻഡ് ചെയ്യും. എത്തനോൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഷുഗർ പ്രൊഡക്ഷന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്, മൊളാസസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇന്ത്യയിലെ കർഷകരല്ലേ ഈ ഷുഗർ കെയിൻ ഒക്കെ ഉണ്ടാക്കുന്നത്. ആ ഷുഗർ കെയിൻ ഉണ്ടാക്കുന്ന കർഷകർക്ക്, അതുപോലെ മെയ്സിൽ നിന്നും പിന്നീട് ഈ മെയ്സിൽ നിന്നും ഈ പറഞ്ഞ എത്തനോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മെയ്സ് ഉൽപാദകർക്ക്, അതുപോലെ ഷുഗർ കെയിൻ ഉൽപാദകർക്ക്, ഇതൊക്കെ അവർക്കൊരു അനുഗ്രഹമാണ്. കാര്യം അവർക്ക് കൂടുതലായിട്ട് ഗവൺമെന്റിൽ നിന്ന് ഒരു റവന്യൂ കിട്ടത്തില്ലേ. അതിന്റെ കൂടെ നമുക്ക് ഉള്ള ഗുണം എന്താണ്, നമ്മുടെ പെട്രോളിയത്തിന്റെ അകത്ത് പെട്രോളിന്റെ അകത്ത് ആഡ് ചെയ്യുമ്പം ഒന്നാമത്തെ കാര്യം, പെട്രോൾ കത്തിയിട്ടാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. എത്തനോൾ കത്തിയാൽ പൊല്യൂഷൻ കുറയും. അപ്പൊ 20% എത്തനോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പൊല്യൂഷൻ ടോട്ടലി ഒരു 20% കുറയാൻ സാധ്യതയുണ്ട്. പെട്രോൾ 80% കത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇറക്കുമതിയല്ലേ കൂടുതലും ചെയ്യുന്ന പെട്രോൾ എന്ന് പറയുന്ന സംഭവം. അപ്പൊ പെട്രോളിന്റെ ഇറക്കുമതി കുറച്ചുകൂടെ 20% നമ്മൾ എത്തനോൾ പെട്രോളായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് അച്ചീവ്മെന്റ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുള്ളൂ. ഇതിന്റെ അകത്ത് പിന്നെയും ഗവൺമെന്റിന്റെ ഓരോരോ അച്ചീവ്മെന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി. എന്തായാലും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഈ ഫാക്ട്സ്, ഇത് ഫിഗേഴ്സ് എല്ലാം ഫാക്ട്സ് ആയിരിക്കും, ഇതില് കള്ളം എഴുതി വെക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. പിന്നെ എന്റെ താഴോട്ട് വരുമ്പം ഇന്ത്യ ഓസ്ട്രേലിയ ഡിഫൻസ് ടൈസ് ബിയോണ്ട് അമേരിക്കൻ ഷാഡോസ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. വേണമെങ്കിൽ ഇത് വായിച്ചു നോക്കുക. അതല്ലെങ്കിൽ അതിന്റെ അടുത്ത പേജിൽ വേറൊരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇന്ത്യ ഓസ്ട്രേലിയ ഡിഫൻസ് ടൈസ് ബിയോണ്ട് അമേരിക്കൻ ഷാഡോസ് എന്നൊരു സംഭവം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ചാണ്. ഇപ്പൊ ഓസ്ട്രേലിയ ഏഷ്യയില് ഈ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറായിട്ട്, ഓഗ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറായിട്ട് ഇന്ത്യയാണ് കാണുന്നതെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. കാര്യം ചൈനയുമായിട്ട് ഓസ്ട്രേലിയക്ക് അത്ര നല്ല റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പിന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ US എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുള്ള കാര്യത്തിൽ ഓസ്ട്രേലിയക്ക് വലിയ ഉറപ്പുമില്ല. കാര്യം US ഇപ്പം മറ്റ് രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം കുറച്ച് പിന്നോക്കമാണ്. ഇപ്പൊ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് പോലും അവരുടെ സെക്യൂരിറ്റി പാർട്ണർഷിപ്പായ നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതിൽ US കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഉള്ളത്. ആ യൂറോപ്യൻ രാജ്യങ്ങളോട് പോലും US പറഞ്ഞേക്കുന്ന, നിങ്ങള് ഞങ്ങൾ അമേരിക്കയുടെ പിന്നീട് സപ്പോർട്ടും പ്രതീക്ഷിച്ചിരിക്കണ്ട, നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ മൊത്തം ബഡ്ജറ്റിന്റെ 2% കുറയാതെ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. എന്നാലേ US ഈ പറഞ്ഞ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് പോലും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നാറ്റോയുടെ ഫൗണ്ടിങ് ലക്ഷ്യം അതല്ലായിരുന്നു. അതായത് നാറ്റോയിലെ മെമ്പർ കൺട്രീസിന് പ്രശ്നം ഉണ്ടായാൽ അമേരിക്ക ആദ്യം റെസ്പോണ്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ഇപ്പൊ അമേരിക്ക കണ്ടീഷൻ വെക്കുകയാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അമേരിക്കയെ ഒട്ടും ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് മറ്റു രാജ്യങ്ങളായിട്ടുള്ള സഖ്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ അവരിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ത്യയും ഓസ്ട്രേലിയ ആയിട്ടുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പ് അവർ സ്ട്രാറ്റജിക് ലെവലിലേക്ക് ഉയർത്തി. പിന്നെ ഈ എയർ ടു എയർ റീഫ്യൂവലിംഗ് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയിലെയും ഇന്ത്യയുടെ എയർഫോഴ്സൊക്കെ ഗുണം ഉണ്ടാകാൻ വേണ്ടി എയർ ടു എയർ ഫ്യൂവൽ റീഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ നീ പറയുന്നുണ്ട്. പിന്നെ വേറൊരു എഗ്രിമെന്റ് ഇവിടെ പറയുന്നുണ്ട്, മ്യൂച്വൽ ലോജിസ്റ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
എഗ്രിമെന്റ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതാണ് മ്യൂച്വൽ ലോജിസ്റ്റിക് സപ്പോർട്ട് എഗ്രിമെന്റ്, MLSA എന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഇന്ത്യക്ക് ഓസ്ട്രേലിയക്ക് ഇടയിലുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ ഓസ്ട്രേലിയയുടെ ഇടയിലുള്ള ഡിഫൻസ് കോഓപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഓസ്ട്രേലിയയുടെ ഒരു സെക്യൂരിറ്റി സപ്പോർട്ടറായിട്ട് ഇന്ത്യക്കും, ഇന്ത്യയുടെ ഒരു സെക്യൂരിറ്റി സപ്പോർട്ടറായിട്ട് ഓസ്ട്രേലിയക്കും ഇൻഡോ പസഫിക് മേഖലയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെ ഇടയിൽ നടക്കുന്ന എക്സർസൈസ്, ആർമി എക്സർസൈസ് ഓസ്ട്രാഹിന്ദ് എന്നാണ്, ഓസ്ട്രാഹിന്ദ്. അതുപോലെ ഓസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ നേവൽ എക്സർസൈസ്, ഇതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അതൊക്കെ ഓസ്ട്രേലിയ ഇന്ത്യ മാത്രമല്ലാണ്. ഓസ്ട്രാഹിന്ദ് എന്ന് പറഞ്ഞ ആർമി എക്സർസൈസും ഓസ് ഇൻഡെക്സ് എന്ന് പറയുന്ന നേവൽ എക്സർസൈസും. ഇനി ഇതിന് പുറമെ മൾട്ടിലാറ്ററൽ എക്സർസൈസ് ഉണ്ട്. മലബാർ എന്നാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഇന്ത്യ, USA, ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ 4 രാജ്യങ്ങളാണ് മലബാർ എക്സർസൈസിലുള്ളത്. അപ്പൊ ഇതൊക്കെ ഇന്ത്യക്ക് ഓസ്ട്രേലിയക്ക് ഇടയിൽ കൂടുതൽ അവര് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇനി കൂടുതലായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ ഡിഫൻസ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ പറ്റുന്ന ഒരു 5 സജഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഈ 5 സജഷൻസ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. കാര്യം ഫുൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല എനിക്ക്, അതുകൊണ്ടാണ്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിന്റെ ഒരു കണ്ടന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എ ബാൻ, എ സ്പ്ലിറ്റ് വെർഡിക്ട് ആൻഡ് എ ഹെൽത്ത് കൺസേൺ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ്. സംഭവം പറഞ്ഞുതരാം, ഇത് വായിച്ചാലും മതി. നിങ്ങളിപ്പോ 2 എഡിറ്റോറിയലും 2 ആർട്ടിക്കിൾസും ആണ് എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിൽ നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പെട്രോളിയം മിനിസ്റ്ററിന്റെ ഹർദീപ് പുരിയുടെ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം രണ്ടാമതായിട്ട് അപ്പുറത്ത് പറഞ്ഞ ഓസ്ട്രേലിയ ഇന്ത്യ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ട്, എ ബാൻ, എ സ്പ്ലിറ്റ് വെർഡിക്ട് ആൻഡ് എ ഹെൽത്ത് കൺസേൺ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. അത് വായിച്ചാൽ മതി. ഇത് വേറൊന്നും അല്ല, നമ്മൾ ഈ ഇടയ്ക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരാണ് ഇന്ത്യയിലെ ഫുഡ് ഫീൽഡിലെ റെഗുലേറ്റർ. അവര് ഈ ഇടയ്ക്ക് നമ്മളുടെ മസ്റ്റാർഡ് ഓയിൽ ഉണ്ടല്ലോ, കടുകെണ്ണയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു എഡിബിൾ ഓയിൽ. 3-ാം സ്ഥാനത്താണ് അവർ എഡിബിൾ ഓയിൽ യൂസിൽ ഇന്ത്യയിൽ മസ്റ്റാർഡ് ഓയിൽ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ നമ്മൾ മസ്റ്റാർഡ് ഓയിൽ വെച്ചുള്ള ഫുഡ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നീട് ബ്ലെൻഡിങ് ചെയ്യുമായിരുന്നു. മസ്റ്റാർഡ് ഓയിലിനോട് കൂടി വേറെ ചില എഡിബിൾ ഓയിൽസും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബ്ലെൻഡിങ് ഇനി തൊട്ട് ചെയ്യാൻ പാടില്ല, മസ്റ്റാർഡ് ഓയിൽ പ്യുവർ മസ്റ്റാർഡ് ഓയിൽ ആയിരിക്കണം എന്നാണ് ഇപ്പൊ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു നിലപാടല്ല, അതൊരു നിയമമായി. അവർ പറഞ്ഞാൽ അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പൊ മസ്റ്റാർഡ് ഓയിലിന്റെ അകത്ത് ബ്ലെൻഡിങ് ചെയ്യാൻ പറ്റുന്നത് വേറെ ഓയിൽ, പക്ഷെ ഇനി തൊട്ട് ആ ബ്ലെൻഡിങ് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി പ്യുവർ മസ്റ്റാർഡ് ഓയിൽ ആയിരിക്കണം എന്നാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി അതുപോലെ നമ്മുടെ സുപ്രീം കോടതി വേറൊരു തീരുമാനം എടുത്തു. ഇന്ത്യ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ദാര മസ്റ്റാർഡ് എന്ന് പറഞ്ഞ ഇതിന് ആക്ച്വലി DMH11 എന്ന് അറിയപ്പെടുന്നത്. അത് പഠിച്ചു വെച്ചാലും മതി. DMH11 അതൊരു ഷോർട്ട് ഫോം ആണ്. ആക്ച്വലി DMHന്റെ എക്സ്പാൻഷൻ ദാര മസ്റ്റാർഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുമതി കൊടുത്തായിരുന്നു. DMH11 എന്ന് പറയുന്ന ഒരു മസ്റ്റാർഡ് ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ അനുമതി കൊടുത്തു? സെൻട്രൽ ഗവൺമെന്റ് അനുമതി കൊടുത്തു. സുപ്രീം കോടതി പക്ഷേ അത് ബാൻ ചെയ്തു, അത് വേണ്ടാന്ന് പറഞ്ഞു. കാര്യം അത് ഹെൽത്ത് കൺസേൺ അതിൻ്റെ അകത്തുണ്ട്, അത് എത്രത്തോളം ഹ്യൂമൻ കൺസംഷന് പ്രശ്നമൊന്നും ഇല്ലാത്തതാണെന്ന് ഇതൊരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞാണ് ഇത് ബാൻ ചെയ്തത്. ഇപ്പൊ ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷനുമാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മസ്റ്റാർഡ് ഓയില് വേറൊന്നും ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്നു. ഈ DMH11 എന്ന് പറയുന്ന മസ്റ്റാർഡ് വെറൈറ്റി അതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റിയാണ്. അത് ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ പാടില്ല എന്ന്, കൃഷി ചെയ്യാമെന്ന് സെൻട്രൽ ഗവൺമെന്റ് കൃഷി ചെയ്യാൻ പാടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞേക്കും. ഇതിന് രണ്ടിന് ഇംപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ഇംപ്ലിക്കേഷൻ ഈ മസ്റ്റാർഡ് ഓയിലില് ഇങ്ങനെ ഒരു സാധനമുണ്ട്, എറൂസിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇത് ആക്ച്വലി അനിമൽസിൽ വലിയ പ്രശ്നങ്ങൾ, ഇതിന്റെ മസ്റ്റാർഡ് ഓയിലിൽ അതിന്റെ കണ്ടന്റ് ഏതാണ്ട് 40 തൊട്ട് 54% വരെയാണ് ടോട്ടൽ ഫാറ്റി ആസിഡ്സിന്റെ കൂട്ടത്തില്. സത്യത്തിൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5% ആയിരിക്കണം എന്നാ. ഒരു എഡിബിൾ ഓയിലിന്റെ അകത്ത് ഈ പറഞ്ഞ എറൂസിക് ആസിഡ് എന്ന സംഭവത്തിന്റെ അളവ് ലെസ് ദാൻ 5% ആയിരിക്കണം എന്നാ. പക്ഷെ മസ്റ്റാർഡ് ഓയിലിന്റെ അകത്ത് 40 to 54% ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക, കാനഡ പോലുള്ള ഡെവലപ്ഡ് നേഷൻസിൽ ഈ മസ്റ്റാർഡ് ഓയിൽ നോർമൽ സെൻസിൽ ഉപയോഗിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അളവ് ഇത്രയും കൂടുതലായുണ്ട്. ലെസ് ദാൻ 5% ആയിരിക്കണം എറൂസിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ്. അതൊരു ഫാറ്റി ആസിഡ് ആണ്, പക്ഷെ അത് അപ് ടു 54% വരെ മസ്റ്റാർഡ് ഓയിൽ ഉള്ളതുകൊണ്ട് പല ഡെവലപ്ഡ് കൺട്രീസിലും അത് ഉപയോഗിക്കത്തില്ല. അനിമൽസിൽ അത് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അത് പല സ്റ്റഡീസും പറയുന്നുണ്ട്. അനിമൽസിന്റെ
ലിവറിലും കിഡ്നിയിലും ഒക്കെ. പക്ഷെ ഹ്യൂമൻ ബീങ്ങിന് അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെയും പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാലും പേടി കാരണമാണ് ഈ ഡെവലപ്ഡ് നേഷൻസിൽ ഉപയോഗിക്കാത്തത്. പക്ഷെ ഇന്ത്യയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മസ്റ്റാർഡ് ഓയിലല്ലേ ഉപയോഗിക്കുന്നത്. ഈ മസ്റ്റാർഡ് ഓയിലിനകത്ത് എന്തെങ്കിലും വേറെ എഡിബിൾ ഓയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ എറൂസിക് ആസിഡിന്റെ അളവ് കുറയും. അപ്പൊ ബ്ലെൻഡിങ് നല്ലതാണ്. അപ്പൊ എറൂസിക് ആസിഡിന്റെ അളവ് കുറയുന്നതാണ് നമ്മളെ ഹ്യൂമന് നല്ലത്. അപ്പോൾ ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ അത് കുറയും. പക്ഷേ ഈ ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ പലപ്പോഴും അഡൾട്ടറേഷൻ നടക്കാറുണ്ട്. ഈ അഡൾട്ടറേഷൻ വഴി ഈ ടോട്ടൽ സാധനം പോയിസണസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ബാൻ ചെയ്തത്. അതുപോലെ ഈ DMH11 എന്നുള്ള വെറൈറ്റിക്കകത്തും എറൂസിക് ആസിഡിന്റെ കണ്ടന്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ DMH11 നമ്മൾ വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ആൾക്കാരെ കൊടുത്താൽ ഈ പറഞ്ഞ എറൂസിക് ആസിഡ് കണ്ടന്റ് അതിൽ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവിടെയും സുപ്രീം കോടതി കയറി ഇത് വെച്ചത് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഈ സാധനം ഹ്യൂമൻ കൺസംഷനോ നല്ലതാണെന്നുള്ള കാര്യം ഇപ്പോഴും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏത് നിലപാട് സ്വീകരിക്കണം? ഈ ബ്ലെൻഡിങ് ചെയ്ത എറൂസിക് ആസിഡ് കണ്ടന്റ് കുറയും, പക്ഷെ അപ്പൊ അഡൾട്ടറേഷന്റെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് FSSAI ആയി അത് ബാൻ ചെയ്തത്. ബ്ലെൻഡിങ് എന്നുള്ള പരിപാടിന് വേണ്ട, പ്യൂറായിട്ട് കൊടുത്തത്. പക്ഷെ പ്യൂറായിട്ട് കൊടുക്കുമ്പോൾ അതിൽ എറൂസിക് ആസിഡ് കണ്ടന്റ് കൂടുതൽ. ഇനി DMH11 എറൂസിക് ആസിഡ് കുറവുള്ള വെറൈറ്റിയാണ്, പക്ഷെ അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയതുകൊണ്ട് സുപ്രീം കോടതിക്ക് ഒരു പേടി, അത് മനുഷ്യന് പ്രശ്നമാവാന്നുള്ള കാര്യം. അപ്പൊ ഈ രണ്ടിന്റെയും കൂടെ ഒരു എന്താ പറയുക കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അപ്പം നിൽക്കുന്ന. അപ്പൊ അത് എങ്ങനെ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം? DMH11 വേണോ അതോ ബ്ലെൻഡിങ് വേണോ എന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറഞ്ഞത്. ഇത് ആർട്ടിക്കിളിൽ ഓതറിന്റെ അഭിപ്രായം എന്താണ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് നിങ്ങൾക്കുള്ളൊരു, ഞാൻ വായിച്ചു, എനിക്കറിയാം എന്താണ് ഓതറിന്റെ അഭിപ്രായം എന്ന്. ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ വായിച്ച് അതിന്റെ ഒരു ശരി തെറ്റിലേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ, ഇനി ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജൊക്കെ ഞാൻ വായിച്ചതാണ്, എനിക്ക് ടൈമില്ല, നിങ്ങൾ വായിച്ചോളൂ. പിന്നെ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ആസാമിലൊക്കെ ഇപ്പോഴും വലിയ ഫ്ലഡ്, ബ്രഹ്മപുത്ര റിവറൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. അത് ആ സിറ്റുവേഷൻ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആർ അണ്ടർ വെരി ബിഗ് പ്രോബ്ലം ബിക്കോസ് ഓഫ് ദ ഡിവാസ്റ്റേറ്റിംഗ് ഫ്ലഡ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. താഴോട്ട് വരുമ്പോൾ ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹിമാന്ത ബിശ്വ ശർമ്മ. പിന്നെ ഇന്ത്യയുടെ ആസ്ട്രോനോട്ടായ ശുഭാംശു ശുക്ല ജൂൺ 10 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് ഭാരതീയ ആയിട്ടുള്ള രണ്ടാമത്തെ ആളാണ് ശുഭാംശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സ്പേസിലേക്ക് പോകുന്ന രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം ആയിരിക്കും മിക്കവാറും ഇന്ത്യയുടെ ഗഗൻയാനിലും അങ്ങോട്ട് പോകാൻ പോകുന്ന. അതിന് മുമ്പായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സെൻഡ് ചെയ്യുന്നത്. നാസ വഴിയാണ്. ഈ മിഷന്റെ പേര് ആക്സിയം 4 എന്നാണ്. ഇതിന്റെ പൈലറ്റ് തന്നെ അദ്ദേഹമാണ്. ഈ ആക്സിയം 4 മിഷന്റെ പൈലറ്റ് ശുഭാംശു ശുക്ലയാണ്. പിന്നെ ഈ ഖീർ ഭവാനി ടെമ്പിൾ ഞാൻ ഇന്നലെ പറഞ്ഞാണ്, കാശ്മീരിലാണ്. അത് ഇന്നലെ അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ അനിൽ ചൗഹാൻ, ഇന്ത്യയുടെ ജനറൽ അനിൽ ചൗഹാൻ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അദ്ദേഹത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ഇനിയിപ്പോ അത് പറയേണ്ട ആവശ്യമില്ല. ഹി ഈസ് ദ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആൻഡ് അഗൈൻസ്റ്റ് യശ്വന്ത് വർമ്മ, the judge of Allahabad High Court. He was previously the judge of Delhi High Court. There are evidences that suggest Yashwant Verma is a corrupt judge. So he is going to be impeached in the next monsoon session of Indian Parliament. He will be impeached. He will be impeached. It is almost sure. അപ്പം ഇംപീച്ച്മെന്റ് വഴി ഒരു ജഡ്ജിയെ പുറത്താക്കാൻ പറ്റൂ. പിന്നെ G7 ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസിന്റെ മീറ്റിംഗ് കാനഡയിൽ നടക്കാൻ പോയാണ്. വാട്ട് ഈസ് G7? ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള 7 നേഷൻസ്, അതാണ് G7. G7 ഈസ് ദ മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ് ഇൻ ദ വേൾഡ്. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. These 7 nations are G7 nations, most developed nations in the world. This year G7 meeting is going to be conducted in Canada. ആൽബർട്ട എന്ന് പറയുന്ന സിറ്റിയിൽ. കാനഡയിൽ എവിടെയാണ്? ആൽബർട്ട എന്ന് പറയുന്ന സിറ്റിയിൽ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇന്ത്യയിലെ പോളിയോ സർവേലൻസ് നെറ്റ്വർക്ക് സെന്റേഴ്സ് ഗവൺമെന്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നൊരു ന്യൂസ് ഉണ്ട്. ഗവൺമെന്റിന്റെ റീസണിങ് ഉണ്ട്. എന്തുകൊണ്ടാണ്? 2014 ഇന്ത്യ പോളിയോ ഫ്രീ ആണെന്ന് WHO ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇന്ത്യയെ പോളിയോ ഫ്രീ ആയിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്ത വർഷം 2014. ബട്ട് ഹിന്ദു ഈസ്
opposing this move to wind up the national polio surveillance network centers, even if India is polio free from the year of 2014 onwards, India's neighboring countries have still polio cases, especially in Pakistan. In some places like Balochistan, there are a lot of case loads are coming, and recently I read news like that in Hindu newspaper, because പാകിസ്ഥാനിൽ ഈ വാക്സിനേഷൻ പോലും പലരും എടുക്കാറില്ല ബിക്കോസ് ഓഫ് റിലീജിയസ് റീസൺസ്. പോളിയോ വാക്സിനേഷൻ, അതുകൊണ്ട് അവിടെ പോളിയോ എപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് ഉടനെ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ശ്രീനഗറിലേക്ക് ഇനി തൊട്ട് ട്രെയിനിൽ പോവാം. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ജമ്മുവിലെ ഖത്രയെന്ന് കാശ്മീരിലെ ശ്രീനഗറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ്. അങ്ങനെ സാധിക്കുന്നതിന്റെ കാരണം ഇങ്ങനെ ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക്, ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് അത് വന്നുകൊണ്ടാണ്. ഇത്രയും കാലം അങ്ങനെ റെയിൽ ലിങ്ക് ഇല്ലായിരുന്നു. ആ റെയിൽ ലിങ്കിലാണ് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ റെയിൽവേ ബ്രിഡ്ജ്, ചെനാബ് ബ്രിഡ്ജ് ഒക്കെ വരുന്നത്. ചെനാബ് ബ്രിഡ്ജ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അതിന്റെ അടുത്ത പേജിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇന്ത്യയുടെ US ഇടയിലുള്ള ട്രേഡ് ഡീൽ നിലവിൽ വരാൻ പോകുന്ന അത് നിലവിൽ ഇപ്പൊ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ഇന്റർനാഷണൽ പേജിൽ പോകുമ്പോ പോളണ്ടിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരിവിടെ ഉണ്ട്. പോളണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ഡൊണാൾഡ് ടസ്ക് ആണ്. ഡൊണാൾഡ് ടസ്ക്, പോളിഷ് പ്രൈം മിനിസ്റ്റർ. പോളണ്ടിന്റെ ക്യാപിറ്റൽ വാഴ്സയാണ് പോളണ്ടിന്റെ ക്യാപിറ്റൽ. പിന്നെ മെക്സിക്കോയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. മെക്സിക്കോ ഭരിക്കുന്നത്, മെക്സിക്കോയുടെ പ്രസിഡന്റ് വുമൻ ആണ്. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് മെക്സിക്കോ, ക്ലോഡിയ ഷെയ്ൻബോം എന്നങ്ങാണ്ടാണ് പേരൊന്ന് നോക്കിക്കൊള്ളേ. ക്ലോഡിയ ഷെയ്ൻബോം എന്നാണ് എന്റെ ഓർമ്മ. സ്പെല്ലിംഗ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളണം. പിന്നെ നെക്സ്റ്റ് പേജ് സൗത്ത് കൊറിയയിലെ പുതിയ പ്രസിഡന്റ്. സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ JAE എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് MYUNG, ലീ ജെ മ്യൂ എന്നാണ് സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ് പേര്. ലീ ജെ മ്യൂ. ഓക്കെ, ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് IPL നേടിയതിനെ കുറിച്ചാണ്. അല്ലാതെ വേറെ ഒന്നും അവിടെ പറയാനില്ല. ആ പേജ് ഫുൾ അതിനെ കുറിച്ച്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഫ്രഞ്ച് ഓപ്പൺ, എല്ലാ ദിവസത്തെയും പോലെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലേ കോർട്ടിലെ ഒരേ ഒരു ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് നടക്കുന്ന വെന്യൂവിന്റെ പേരെന്നാണ് റൊളാൻഡ് ഗാരോസ്. ഇന്നലെ ഞാൻ പറഞ്ഞാണ് റൊളാൻഡ് ഗാരോസ്. പിന്നെ ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് ലീഗായ UTT കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് ലീഗാണ് UTT, അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്. പിന്നെ ഗുകേഷ്, ഇന്ത്യയുടെ വേൾഡ് ചാമ്പ്യൻ ചെസ് പ്ലെയർ. ഇന്ത്യയുടെ നമ്പർ 1 ചെസ് പ്ലെയർ പക്ഷേ ഗുകേഷ് അല്ല, അർജുൻ എരിഗാസി ആണ്. ഇന്ത്യയുടെ നമ്പർ 1 ചെസ് പ്ലെയർ അർജുൻ എരിഗാസി. പിന്നെ ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ PV സിന്ധുവിന്റെ ഒക്കെ കാര്യമുണ്ട്. അതൊക്കെ ബാഡ്മിന്റണിലെ ഓരോരോ ടൂർണമെന്റുകൾ അവരൊക്കെ വിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ദിവസം. താങ്ക് യു.